നീതൂസ് അക്കാഡമി എന്തായാലും അവരുടെ 100% നമുക്ക് തരുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്, പ്രത്യേകിച്ച് നീതൂസിലെ മേഡത്തിനോടും. ഒരുപാട് സന്തോഷം മാം, ഒരുപാട് നന്ദിയുണ്ട്. ഫ്രം ദ ബിഗിനിങ് ഞാൻ നീതൂസിന്റെ പ്രോഡക്റ്റ് ആണ്. നീതൂസിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ് മാം. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാം, കാരണം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. മാം. ഫുൾ ബി സ്കോർ ഉണ്ട്. സ്പീക്കിംഗ്, റീഡിംഗ് 350, ലിസണിംഗ് 370, റൈറ്റിംഗ് 360. ഫസ്റ്റ് അറ്റംപ്റ്റില് 4 ബിയോട് കൂടെ പാസ്സായേക്കുവാണ്. റീഡിങ്ങും ലിസണിങ്ങും നീതൂസി പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഫുള്ള് നീതൂസിനോട് പ്രെഡിക്റ്റ് ആണത്. ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയത് ലക്കായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ട്രൂലി ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒത്തിരി നല്ല മനുഷ്യരുണ്ട് മാമിന്റെ ഒപ്പം. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ നീതൂസിലായതുകൊണ്ടാണ് ഇത്രയും ഡിറ്റർമിനേഷനോട് കൂടി പഠിച്ചത്. വേറെ ഒരു സ്ഥലത്തായിരുന്നെങ്കിലും ടിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഈ നീതൂസി പഠിച്ചവരെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അവരെവിടെയാ പഠിച്ചത്, എങ്ങനെയുണ്ട് നീതൂസ്, അവരെല്ലാം പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നിനക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നീ നീതൂസി ചേർന്നാ മതി. ഇപ്പൊ ഞാൻ അവരിൽ ഒരാളാണ്, അവരുടെ കുഞ്ഞാണ്, ഞാൻ ജയിക്കണം എന്ന് അവര് കരുതുന്നുണ്ട്. എനിക്ക് ഈ പ്രാവശ്യം റൈറ്റിങ്ങിനും 260 ഉണ്ടായിരുന്നുള്ളൂ. 260 നിന്നാണ് ഞാൻ 350 ആകുന്നത്. എനിക്ക് 260 to 350, yes, 90 മാർക്സ് ആണ് റിവാലുവേഷനിൽ കേറിയേക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ മോക്ക് ടെസ്റ്റ് ആയിരുന്നു, ഞാൻ അതും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വിടാതെ. അത് ഒത്തിരി ഹെൽപ്പായി. റീഡിംഗ് 300, സ്പീക്കിംഗ് 380, ലിസണിംഗ് 350. ലിസണിംഗ് 350, റൈറ്റിംഗ് 360 അല്ലേ? ഇതൊരു ചെറിയ കാര്യമല്ല. 220 നിന്ന് 370 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഇംപ്രൂവ്മെന്റേ അല്ല. പഠിച്ചതിന്റെ ഒരു കൃപ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്തോ പറയുന്നത് ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എത്തിയത്. അത് അൽഹംദുലില്ലാഹ് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ എല്ലാരും ബ്ലെസ്ഡ് ആണ് അറ്റത്തോളം. ഞാൻ നീതൂസിനെ മറക്കത്തില്ല, എല്ലാ ട്യൂട്ടേഴ്സിനെയും മറക്കത്തില്ല. അൽഹംദുലില്ലാഹ് വലിയൊരു ഭാഗ്യമാണ് നിങ്ങളുടെ കൂടെ എത്തിയത്. താങ്ക് യു സോ മച്ച്. ഹായ്, ഗുഡ് ഈവനിങ് ടു ഓൾ. സോ വീണ്ടും നമ്മൾ നീതൂസിന്റെ ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് ഇന്ന് വന്നേക്കുവാണ്. എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് സന്തോഷം. ഇത്രയധികം വിന്നേഴ്സിനെ കൊണ്ട് ഒരുമിച്ച് വീണ്ടും നമുക്കിങ്ങനെ ഒരു വിന്നേഴ്സ് മീറ്റിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എപ്പോഴും സും ക്ലാസ്സിൽ പറയുന്ന പോലെ വിന്നേഴ്സ് മീറ്റിൽ കാണണം എന്ന് പറഞ്ഞത് കാണാം എന്ന പ്രതീക്ഷയായിരുന്നു അന്ന്. ഇന്ന് അത് സത്യമായി. സോ നമ്മൾ വിന്നേഴ്സ് മീറ്റിൽ ഒരുമിച്ച് വന്നേക്കുവാണ്. യെസ് പ്രിയങ്ക പീറ്റർ. യെസ് പ്രിയങ്ക. ഇങ്ങനൊരു മീറ്റിൽ വരല എന്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. ഭയങ്കര ഹാപ്പിയായി മാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു മാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഓക്കെ, ഫുൾ ബി സ്കോർ ഉണ്ട് എല്ലാത്തിനും. ഫുൾ ബി ആണ്. യെസ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഫുൾ ബി ആണ്. സ്കോർ ഒന്ന് പറയാമോ? യെസ് മാം. സ്പീക്കിംഗ്, റീഡിംഗ് 350, ലിസണിംഗ് 370, റൈറ്റിംഗ് 360. ഫസ്റ്റ് അറ്റംപ്റ്റില് 4 ബിയോട് കൂടെ പാസ്സായേക്കുവാണ് അല്ലെ? അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എക്സ്ട്രാ ആണ് അല്ലെ? ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ക്രാഷും കൂടെ കഴിഞ്ഞാണ് ഇന്ന് വിന്നർ ആയിട്ട് വന്നേക്കുന്നത്. യെസ്. ഗ്രാമർ സെഷൻ ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എങ്ങനെ ഫസ്റ്റ് ടൈം ക്രാക്ക് ചെയ്യാൻ പറ്റും, അതും ഫുൾ ബിയോട് കൂടെ ക്രാക്ക് ചെയ്തു, എങ്ങനെ ക്രാക്ക് ചെയ്തു എന്ന് ഒത്തിരി പേരുടെ ഒരു ഡൗട്ടാണ് അല്ലെ? അപ്പൊ അവരോട് പ്രിയങ്കയ്ക്ക് എന്താ പറയാനുള്ളത്? യെസ് മാം. നീതൂസ് അക്കാഡമി എന്തായാലും അവരുടെ 100% നമുക്ക് തരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. അപ്പം എനിക്ക് ആകെ പിന്നെ വീട്ടിലെ വർക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ ഞാൻ ടീച്ചേഴ്സിന് ടൈം കൊടുക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോവായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഹോംവർക്കും ബാക്കി കാര്യങ്ങളെല്ലാം നൈറ്റിലാണ് എന്റെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തോണ്ടിരുന്നത്. ഒരു 1:30 എന്തായാലും ആവും ഡെയിലി കിടക്കുമ്പോ. കാരണം ആ സമയം എനിക്ക് ഉള്ളൂ. പിന്നെ മോർണിംഗ് എണ്ണിച്ച് പിന്നെയും കിച്ചണില് അങ്ങനെ തിരക്കായിരുന്നു. അപ്പൊ ആ നൈറ്റില് മാക്സിമം ആ ഒരു 2-3 മാസം സത്യം പറഞ്ഞ ഉറക്കം ഞാൻ ഗുഡ് ബൈ പറഞ്ഞേക്കുമായിരുന്നു. ആ ഒരു സമയം ഞാൻ മാക്സിമം ഇട്ടിട്ടുണ്ട്. മാക്സിമം അവര് തരും, നമ്മള് മാക്സിമം ഇടുക. എന്തായാലും ഷുവർ ആയിട്ട് കിട്ടും, ഉറപ്പാണ്. അപ്പൊ തീർച്ചയാണ് അല്ലെ, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് 100% ആണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോസിബിൾ അല്ലെ? അതെ, ഒരുപാട് സന്തോഷം പ്രിയങ്ക. അപ്പൊ ഒത്തിരി പേര് ഒരു പ്രാവശ്യം ഒന്നും എഴുതിയാൽ പോലെ ഒരുപാട് പ്രാവശ്യം എഴുതിയാലേ പാസ് ആവത്തുള്ളൂ, ഇതുവല്ല നടക്കുവോ അല്ലെ, ഇതൊക്കെ കിട്ടുവോ എന്നൊക്കെ വിചാരിച്ച് മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജാ പ്രിയങ്ക പറഞ്ഞത്. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, പ്രിയങ്കയ്ക്ക് ഏതായിരുന്നു ഏറ്റവും ടഫ് ആയിട്ടുള്ള മൊഡ്യൂൾ? ഏതായിരുന്നു? ഫസ്റ്റ് റീഡിംഗ് ആയിരുന്നു. ടഫ് ആയിട്ടുള്ള. ഒരുപാട് പിന്നെ റിച്ച മാമിന്റെ സ്പീക്കിംഗ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. എസ്പെഷ്യലി ടെലിഗ്രാമിൽ അതെന്നും വിടാതെ മിസ് ചെയ്യുമായിരുന്നു. ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു.
യെസ് For മാം, നല്ല ക്ലാസ്സാ മാമിന്റെ. യെസ് പ്രിയങ്ക. അപ്പോ സോ ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു. യെസ് മാം, താങ്ക് യു, Yes. താങ്ക്സ്. Thank you so much. Yes. So we will move on with Tasni. Yes, Tasni A. Jalil. Yes, Tasni. Tell me, Tasni. മാം ആദ്യം തന്നെ ഒത്തിരി സന്തോഷമുണ്ട്. Okay. ഞാൻ എക്സാം ക്രാഷ് കോഴ്സിലാണ് നീതൂസിൽ ജോയിൻ ചെയ്തത്. അത് Okay. കഴിഞ്ഞ് ക്ലാസ് തുടങ്ങിയപ്പോൾ ആദ്യം ഗ്രാമർ ക്ലാസ് ഓറിയന്റേഷനും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളായി. പിന്നെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഓറിയന്റേഷൻ ക്ലാസ്സിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. Okay. അത് തന്നെ നല്ലൊരു ബേസിക് ആയിട്ട് കിട്ടി. ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ലിസണിങ് ആയിരുന്നു ഏറ്റവും പാട്. അതിൽ നിന്ന് Okay. ഡിഫറെന്റ് ആയിട്ടും റൈറ്റിങ്ങിനും എങ്ങനെ ലെറ്റർ എഴുതാന്നുള്ളതൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. Okay. പിന്നെ അതുപോലെ തന്നെ റീഡിങ്ങും ലിസണിങ്ങും നീതൂസി പഠിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഫുള്ള് നീതൂസിനുള്ള ക്രെഡിറ്റ് ആണത്. എനിക്ക് ബി പാർട്ട് സി പാർട്ടും എങ്ങനെ ചെയ്യണോന്ന് നീതൂസി വന്നിട്ടാ മനസ്സിലായത് ലിസണിങ്ങിൻ്റെത്. Okay. 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 അതുപോലെ തന്നെ റീഡിങ്ങും എല്ലാം ഓരോ ഇതും നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഓരോ പാർട്ടിന്റെ ക്ലാസ് പ്രത്യേകം ഉണ്ടായിരുന്നു. അതായിരുന്നു ഏറ്റവും Okay. കൂടുതൽ ഹെൽപ്പായത്. Okay. പിന്നെ അതുപോലെ തന്നെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ഇൻഡിവിജ്വല് എല്ലാ ക്ലാസ്സും എനിക്ക് മിസ്സാകാതെ കറക്റ്റ് ആയിട്ട് എനിക്ക് പറ്റുന്ന ചെയ്യാൻ. ടൈമിൽ തന്നെ മേഡംസ് എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ മേഡം എക്സാമിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളത് ഒത്തിരി മോട്ടിവേഷൻ ആയിരുന്നു. എനിക്ക് രണ്ടാമത് എഴുതാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. പിന്നെ മേഡത്തിന്റെ മോട്ടിവേഷൻ ഒക്കെ കേട്ടപ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം ഒരുപാട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പ്രത്യേകിച്ച് നീതൂസിലെ മേഡത്തിനോടും Okay. ക്ലാസ് ഇത്ര നന്നായിട്ട് എടുത്തു തന്നതിനും പിന്നെ അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹം. ഒത്തിരി തീർച്ചയായിട്ടും സന്തോഷം. തസ്നി, ഒരുപാട് സന്തോഷം. ഒരു 1 month അല്ലെ നിതൂസ് ഫാമിലിയോടൊപ്പം? യെസ്, അത് ഒരു 1 month നിതൂസിനോടൊപ്പം ഉള്ള ഒരു ജേർണി ആയിരുന്നു. ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് തസ്നി പറഞ്ഞത്. ഒരുപാട് സന്തോഷം തസ്നി. ലാസ്റ്റ് വീക്കിൽ മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ഞാൻ അതും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് വിടാതെ. അത് ഒത്തിരി ഹെൽപ്പായി. ഓക്കെ, മോക്ക് ടെസ്റ്റ് അല്ലെ, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. റിയൽ ആയിട്ട് എക്സാം എഴുതുന്നതിന് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. റിയലി ഗുഡ്. യെസ്, ഒരുപാട് സന്തോഷം തസ്നി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, യെസ്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ആശ. ആശ സാറ അബ്രഹാം. യെസ് ആശ, സൗദിയിലാണല്ലോ. യെസ് ആശ, പറഞ്ഞ് എന്ത് തോന്നുന്നു? എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല മാം. അവിടെ നിന്ന് തന്നെ അതൊന്ന് ക്രാക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്ന വലിയ സന്തോഷമാണ്. ഇതിന്റെ പുറകെ ഒരുപാട് പെയിനും ഒത്തിരി സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇങ്ങനെ ഒരു മീറ്റിംഗ്, ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വരണം ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ അത് കിട്ടിയപ്പോ ഒത്തിരി സന്തോഷം. ഞാൻ എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയാൻ ലിനുമാമിനോടൊക്കെ ഒത്തിരി പറഞ്ഞു. എനിക്കത് അശ്വതി മാമ, വിനോദ് സാറിനെ അന്ന് പഠിപ്പിച്ചതാണ്. പിന്നെ പഠിച്ച സാറിന്റെ ലൈവ് സെക്ഷൻ മാത്രമാണ്. പക്ഷെ വിനോദ് സാറിനെ ഒക്കെ വിളിച്ചത് പറയാൻ പറ്റിയപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ അശ്വതി മാമിന്റെ രാവിലെ നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടൊരു മെസ്സേജ് വരുമ്പോ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. ലിനുമാം ആണെങ്കിലും എങ്ങനെ എടുക്കണമെന്നും ബി പാട്ടും സി പാട്ടും ഒക്കെ എങ്ങനെ, എനിക്ക് ലിസ്ണിംഗ് ആണ് ഭയങ്കര പാട്. അതെങ്ങനെ അത് ക്രാക്ക് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നൊക്കെ എങ്ങനെയാണ്. എനിക്ക് ഞാൻ എഴുതിയതിലും ഏറ്റവും സ്മൂത്ത് ആയിട്ട് റൈറ്റിംഗ് എഴുതിയത് ഇപ്രാവശ്യമാണ്. ഒരു ടെൻഷനും ഇല്ലായിരുന്നു. തെറ്റുണ്ട് ഒന്നും എനിക്ക് കൂളായിട്ട് ഏറ്റവും നല്ല രീതിയിൽ എഴുതി തീർക്കാൻ പറ്റി. ഞാൻ എപ്പോഴും അതിന് തുടങ്ങിയത് അവിടെ നിന്ന് അവസാനിക്കണം. അത് ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു. പക്ഷെ ദൈവത്തിന് ഏറ്റവും കൂടുതൽ വെച്ചാൽ ഒരു നിമിഷം പോലും ഇത്രയും പരാജയപ്പെട്ടപ്പോഴും പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകാൻ ദൈവം എന്റെ കൈ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊന്ന് 3 വർഷത്തെ ആ ഒരു പ്രയത്നഫലത്തിന്റെ ഒരു അവസാനം ഇതെത്തിയത്. ഒത്തിരി നന്ദി പറയാനുണ്ട് മാം. അന്നേ ഞാൻ മാമിന്റെ ക്ലാസ്സിൽ കയറിയിട്ടുള്ളൂ. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ എങ്ങനെ കാണും എല്ലാം. അവിടുത്തെ ഒരു റീഡിങ്ങിന്റെ ഒരു ഏപ്പാടിന്റെ ഒരു സെക്ഷൻ പോലും ഞാൻ മിസ് ചെയ്തിരുന്നു. അത് എങ്ങനെ കഷ്ടപ്പെട്ടാലും അത് ഒത്തിരി എഫക്റ്റീവ് ആയിരുന്നു. ശരിക്കും ബേസിക് കിട്ടിയത് അവിടുന്ന് തന്നെയായിരുന്നു. ആ ഒരു റീഡിങ് എനിക്ക് ആദ്യമൊക്കെ ടഫായിരുന്നു. പക്ഷെ പിന്നെ എനിക്കത് ക്രാക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് എളുപ്പമായിരുന്നു. ആ സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റുമായിരുന്നു. ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ് കേട്ടോ ആശ. ഒത്തിരി അല്ലെ, ആ ഒരു ജേർണീനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെല്ലാം ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരുപാട് സന്തോഷം ആശ. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് ബിന്ദു. യെസ് ബിന്ദു നാരായണൻ. യെസ് ബിന്ദു. യെസ് മാം, ഒരുപാട് സന്തോഷം മാം. ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട്, നീതൂസിനോട്, എന്റെ ഫാമിലിയോട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. കാരണം ഇതൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ എക്സാം എഴുതണം, പോയിട്ടിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. കാരണം എഴുതുന്ന എല്ലാവർക്കും കുറെ തവണ അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ എനിക്കും പറ്റില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, അവള് 2 years മുന്നേ എങ്ങാണ്ട് നീതൂസിൽ പഠിച്ചതാ. അവളാണ് എന്നോട് പറഞ്ഞത്,
എന്ത് നിനക്ക് പറ്റും, പക്ഷെ നീ നീരസിൽ ജോയിൻ ചെയ്യണം. അത് എനിക്ക് വലിയൊരു ഇതായിരുന്നു, ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഓക്കെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടില്ലായിരിക്കും, 3-4 ടൈംസ് ഒക്കെ ഞാൻ എഴുതും, അത് ഓക്കെ ആണെന്ന് ചോദിച്ചപ്പോ ഓക്കെ ആണ്, നീ എഴുതുമെന്ന് പറഞ്ഞു പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്ത്. പക്ഷെ മാമിന്റെ ഫസ്റ്റത്തെ ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റും. കാരണം മാം എന്നോട് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ യു ക്യാൻ ക്രാക്ക് ഇറ്റ്. അത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുത്തു. പിന്നെ ഞാൻ 3 മാസത്തെ കോഴ്സ് ഗോഡ് അതായിരുന്നു അറ്റൻഡ് ചെയ്ത്. മാക്സിമം ഞാൻ ക്ലാസ്സുകളെല്ലാം കയറുമായിരുന്നു. ഡ്യൂട്ടി ഉണ്ട്, UAE-യിലാണ്, വേറെ ഫാമിലി സപ്പോർട്ട് ഒന്നും ഇല്ല, 2 പേരും വർക്കിംഗ് ആണ്, കുഞ്ഞു മക്കളാണ്. അതിനൊക്കെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി ക്ലാസ്സിന് മിസ് ചെയ്യാണ്ട് കയറുമായിരുന്നു. സാറിന്റെ ക്ലാസ്, വിനോദ് ക്ലാസ്, അവിടുത്തെ മോട്ടിവേഷൻ, അതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഡൗൺ ആവുമ്പോ മുന്നോട്ട് പോവാനുള്ള ഒരു പ്രേരണയായിരുന്നു. ഇല്ല അത് എനിക്ക് പറ്റണം. പിന്നെ ഓരോ വിന്നേഴ്സ് മീറ്റിംഗ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടണം, എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് 4B കിട്ടണം, എനിക്ക് ഇവിടെ വന്നിരിക്കണം, അവനോട് അങ്ങനെ സംസാരിക്കണം. അത് ഭയങ്കര അത് സാധിച്ചു. ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയത് ഒരു ലക്കായിട്ട് തന്നെ ഞാൻ കരുതുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ നീതുസിലായതുകൊണ്ടാണ് ഇത്രയും ഡിറ്റർമിനേഷനോട് കൂടി പഠിച്ചത്. വേറെ ഒരു സ്ഥലത്തായിരുന്നെങ്കിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിന് എന്നെ പിടിച്ചു നിർത്താൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നീതുസിന് കിട്ടി. അത് എല്ലാവരോടും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അത് വലിയൊരു ഫാക്ടർ തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഹാർഡ് വർക്കും പിന്നെ നമുക്ക് നല്ലൊരു ഗൈഡൻസും കിട്ടിയാൽ എല്ലാവർക്കും ട്രാക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ ഇത്. അത് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷം ബിന്ദു. അപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അഗൈൻ 4BU ആയിട്ടാണ് ബിന്ദു ഇവിടെ ഇരിക്കണേ അല്ലേ? യെസ്, ഒത്തിരി സന്തോഷം ബിന്ദു. സോ വി വിൽ മൂവ് ഓൺ വിത്ത് നിമ്മി ജോസ്റ്റി. യെസ് നിമ്മി. മാം ഇത് എന്റെ 5th അറ്റംപ്റ്റ് ആണ്. 5th അറ്റംപ്റ്റ് ആണ്. ഓക്കെ ഫൈൻ. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു നീതൂസിലെ ട്രെയിനിങ്ങിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് നീതൂസിലെ റിയൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. 5th അറ്റംപ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതെ, അപ്പൊ ഒന്ന് ഷെയർ ചെയ്യാമോ നിമ്മി? ഓക്കെ. ഫസ്റ്റ്ലി സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു അക്ഷരം പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്താന്ന് പറയാൻ ഒന്നും അറിയണ്ടായിരുന്നില്ല. എന്താണ് അങ്ങോട്ട് പറയണ്ടേന്ന, എന്താണ് കാർഡെന്ന് ഒന്നും അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ നീതൂസിലേക്ക് വരുന്നത്. പിന്നെ അതിനൊക്കെ മുന്നേ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താന്ന് അറിയാണ്ട് എക്സാം കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കാർഡ് എന്താണെന്ന് മനസ്സിലായി, എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. പിന്നെ കാർഡ് എത്ര കാർഡ് കിട്ടിയാലും നമുക്കിത് മാനേജ് ചെയ്ത് പോവാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ എനിക്ക് പ്രാവശ്യം 380 കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്. ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ, എങ്ങനെ പറയണം, ഒരു കാർഡ് എങ്ങനെ പറയണം എന്നറിയാതെ വന്ന ഒരു കുട്ടിയാണ്, 5 വട്ടം എഴുതിയ ഒരു കുട്ടിയാണ്. പക്ഷെ ഇന്ന് 380 സ്പീക്കിങ്ങിന് സ്കോർ മേടിച്ചാ ഇവിടെ വന്നിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് നിമ്മി അല്ലെ. നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ച് നിർത്തിപ്പോകുന്നതിന് പകരം അല്ലെ, അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് ട്രൈ ചെയ്യാൻ റെഡി ആയിട്ട് വന്നപ്പോ നീതൂസിനോടൊപ്പം ചേർന്നപ്പോ ഇന്ന് 380 സ്പീക്കിങ്ങിന് മേടിച്ചേക്കുവാ. യെസ്, ഓക്കെ, കണ്ടിന്യൂ. ലിസണിങ്ങിലൊക്കെ 220 ആണ് എന്റെ. 220 അങ്ങനെയായിരുന്നു സ്കോർ. ഇത് ഒരു 2-3 നോട്ട് ബുക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടി ഉണ്ട്, വീട്ടില് പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. അതെല്ലാന്റെ ഇടയില് നമ്മള് ടൈം കണ്ടെത്തി എന്തൊക്കെയോ കേൾക്കുന്നു. പക്ഷെ നീതൂസിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം വല്ലാത്തൊരു മാറ്റം തന്നെയാണ് മാം. എന്താണ് കേൾക്കേണ്ടത്, നമ്മൾ ഏതിലൊക്കെ ഫോക്കസ് ചെയ്യണം, എങ്ങനെ കേൾക്കണം, അതൊക്കെ കൃത്യമായിട്ട് അതിൽ കേൾക്കുന്നുണ്ട്. റീഡിംഗ് 300, സ്പീക്കിംഗ് 380, റൈറ്റിംഗ് 360, ലിസണിംഗ് 350. ലിസണിംഗ് 350, റൈറ്റിംഗ് 360 അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. റൈറ്റിംഗില് ക്രാഷ് കോഴ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടായിരുന്നു. അത് കണ്ടപ്പോ എനിക്കറിയാം ഇത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ഇതിന് എനിക്ക് കിട്ടും, ഇതെനിക്ക് കിട്ടിയേ പറ്റൂ. ആ ഒരു വാക്കുമ്പോ പിടിച്ചു കയറി. വേറെ ഒന്നും എഴുതാനുണ്ടായിരുന്നില്ല, ചെറിയൊരു ലെറ്റർ ആയിരുന്നു. അപ്പോ അത് വെച്ച് കയറി. അങ്ങനെ 360 ദൈവത്തിന്റെ അനുഗ്രഹം, എല്ലാവരും പ്രാർത്ഥന. താങ്ക് യു സോ മച്ച് ഡിയർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അപ്പോ നിമ്മി പറഞ്ഞത് അല്ലെ, 5 പ്രാവശ്യം എഴുതി, ഓരോ പ്രാവശ്യവും റിസൾട്ട് നോക്കിയപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു ഫീല്? ഈ പ്രാവശ്യം റിസൾട്ട് നോക്കാൻ നേരത്ത്
അല്ലെ? ആ ഒരു ഫീല് പറയുമ്പോൾ നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ആ ഒരു ജേർണി ഇതൊരു ചെറിയ കാര്യമല്ല. 220 നിന്ന് 370 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ ഇംപ്രൂവ്മെന്റേ അല്ല. ഒരിക്കലും അതിനെ വേറെ ഒന്നിനോടും കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ലെ? എന്താ പറയണ്ടത്? ഒരുപാട് സന്തോഷം. ഓരോ ലൈഫുകളിലും വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ട് വരുന്ന ചേഞ്ച് കാണുമ്പോൾ ഒരുപാട് സാറ്റിസ്ഫാക്ഷനും ഒരുപാട് സന്തോഷവുമാണ് നീതൂസിന്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, വി വിൽ മൂവ് ഓൺ വിത്ത് ഹണി. ഹായ് ഹണി ജോസഫ്. യെസ് ഹണി, എന്താ തോന്നുന്നു? എക്സൈറ്റഡ് ആണല്ലോ. യെസ് ഹണി, ടെൽ മീ. അതെ മാം, എക്സൈറ്റഡ് ആണ്. ദൈവത്തിന് ആദ്യം ഒരു കോടി അതിലും കൂടുതൽ നന്ദി പറയട്ടെ. ഓക്കെ, പിന്നെ എന്താ നീതൂസ് അക്കാഡമിക്ക് മാമിന്, സണ്ണി സാറിന്, എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇത് എന്റെ ഓക്കെ. 7th അറ്റംപ്റ്റ് ആണ്. 7th attempt ആണ്. ഓക്കെ, അപ്പൊ ഒത്തിരി കാര്യങ്ങൾ ഹണിക്ക് പറയാനുണ്ടാവുമല്ലോ അല്ലെ? ഓക്കെ, വേറെ സ്ഥലങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ എന്താണ് വളരെ സ്പെസിഫിക് ആയിട്ട് എന്താണ് നീതൂസിന്റെ ഏറ്റവും വലിയ ഒരു ഡിഫറൻസ്? എന്താ? എനിക്ക് തോന്നിയ ഏറ്റവും വലിയ ഡിഫറൻസ് അവര് നമ്മളെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. അതായത് ലൈഫ് വരുമ്പോ നമ്മൾ പേര് വിളിച്ച്, മാം ആണെങ്കിലും മാമിന്റെ ആ വിളി ഉണ്ടല്ലോ, കുഞ്ഞുങ്ങളെ എന്നുള്ള വിളി, അതെന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ, എനിക്കറിയില്ല, എന്തോ ഒരു ദൈവികത എനിക്ക് ഫീൽ ചെയ്തേ. വെരി ഗുഡ്. അയർലൻഡ് അത് ദൈവത്തിന്റെ ഒത്തിരി വലിയ കൃപയാണ്. ഞാൻ ഒത്തിരി സ്ട്രഗിളിൽ കൂടെ ഞാൻ കടന്നു വന്നതാണ്. എനിക്ക് യൂട്രൈൻ പ്രൊലാപ്സ് വന്നതിനിടയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒത്തിരി കണ്ണുനീര് ഒഴുകിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, റിയലി അമേസിംഗ്. Thank you so much. Thank you, dear. Yes. So we will move on with Razia. Yes, Razia Amir. Yes, Razia. ആദ്യം മുതലേ ഫ്രം ദ ബിഗിനിങ് ഞാൻ നീതൂസിന്റെ പ്രോഡക്റ്റ് ആണ്. മാം ഇപ്പൊ Okay. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നീതൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്ക് ബോൺ ആണെങ്കിൽ ട്രൂലി ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒത്തിരി നല്ല മനുഷ്യരുണ്ട് മാമിന്റെ ഒപ്പം. അപ്പൊ തീർച്ചയായിട്ടും. ഇവരെല്ലാരും ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇങ്ങനെ കാണുവാണ്. ആരും അവരുടെ കാശിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. ഇപ്പൊ ഞാൻ അവരിൽ ഒരാളാണ്, അവരുടെ കുഞ്ഞാണ്, ഞാൻ ജയിക്കണം എന്ന് അവര് കരുതുന്നുണ്ട്. പല അവസരങ്ങളിൽ എന്റെ കോൺഫിഡൻസ് ഇല്ല, എന്നെ കൊണ്ട് പറ്റൂല. ഈ ഹന എന്ന് പറയുന്ന ഒരു ലിസണിങ് കേട്ടതിന്റെ അന്ന് ഞാൻ എല്ലാരും വിളിച്ച് കരയുമായിരുന്നു, ഞാൻ തോക്കും, എനിക്ക് ഒന്നും മനസ്സിലായില്ല, അവര് പറഞ്ഞു ഒന്നും ഞാൻ കേട്ടില്ല. അപ്പൊ പറഞ്ഞു ഇല്ലടാ നിന്നെ കൊണ്ട് പറ്റും, അത് ഞങ്ങളുടെ മെറ്റീരിയൽ ടഫാണ്, ഈ പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ടത്. നമ്മളെക്കാളും അവര് കോൺഫിഡന്റ് ആണ്. കാരണം ഞാനിപ്പോ ഉറപ്പിച്ച് പറയാ, എന്റെ തലയിൽ എന്നാ കളിമണ്ണാണേലും അത് മോൾഡ് ചെയ്ത് ഒരു നല്ല ഒരു ഔട്ട്കം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ അത്ര ഷാർപ്പാക്കാൻ പറ്റുന്ന എന്നെക്കാളും നിങ്ങൾക്ക് കോൺഫിഡന്റ് ഉണ്ട് മാം. കാരണം മാമിന്റെ ക്ലാസ് ലാസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ പിറ്റേന്ന് എക്സാം എഴുതിയാൽ മതി. കാരണം മാം അത്ര ഇങ്ങനെ ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട്, ഇനി വെയിറ്റ് ചെയ്യണ്ട. ഞാൻ മാമിന് പേഴ്സണലി മെസ്സേജ് അയച്ചു, മാം ഞാൻ എന്ത് ചെയ്യണം, ഏറ്റവും അടുത്ത ഡേറ്റ് എടുത്ത് നീ എക്സാം എഴുതുന്ന മാം എനിക്ക് റിപ്ലൈ തന്നത്. കാരണം ഇത്രയും ബിസി ഉള്ള ഒരാൾക്കാരെ ആർക്ക് മെസ്സേജ് അയച്ചാലും എല്ലാവരും റിപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷേ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് പോലും മെസ്സേജ് അയച്ചാൽ അവർ പിന്നെ റിപ്ലൈ ചെയ്യുള്ളൂ. നിങ്ങളുടെ അവിടെ നിന്ന് ആർക്ക് മെസ്സേജ് അയച്ചാലും ഒരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ അപ്പൊ തന്നെ റിപ്ലൈ വരിക. നമുക്ക് സൊല്യൂഷൻ ഉണ്ട് മാം, അത് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് പറ്റിയത്. റീഡിങ് എനിക്ക് വിനോദ് സാറിനെ പോലെ തന്നെ പേടിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു, പുള്ളിയെ എനിക്ക് പേടിയാ, അതേപോലെ റീഡിങ്ങും പേടിയാ. പക്ഷെ ഇപ്പൊ റിസൾട്ട് വന്നപ്പോ എനിക്ക് 400 കിട്ടി. ഞാൻ തന്നെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുവോ, ഇത്രയും നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമോന്ന്. കാരണം ഓരോന്നും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതേപോലെ തന്നെ മാം ആണെങ്കിലും എല്ലാരും ഇങ്ങനെ ക്ഷമിച്ചിരുന്ന്, ഇപ്പൊ നമ്മുടെ സംശയം, ഞാനൊക്കെ സംശയം എഴുതി വെച്ച് പോയി ചോദിക്കണ കൂട്ടത്തിലാ, എനിക്ക് ഇങ്ങനെ സംശയമുണ്ട് അത് എഴുതിക്കോട്ടെ, അപ്പൊ ക്ഷമയോടെ കേട്ട് നമുക്ക് പറഞ്ഞു തരുവാ. എന്നിട്ട് അവസാനവും ക്ലാസ് കഴിയുമ്പോൾ സൂം കഴിയുമ്പോൾ എല്ലാരും പറയും ഇനി ഡൗട്ട് ഉള്ളവർ ഇരിക്ക്, ബാക്കിയുള്ളവർ പൊക്കോന്ന്. അപ്പോഴും നിങ്ങൾ റെഡിയാണ്, നമുക്ക് വേണ്ടി ടൈം കളയാൻ റെഡിയാണ്. ഞാനിപ്പോ കണ്ടിന്യൂസ് നൈറ്റ് ആണ്, കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഈ രാത്രി കഴിഞ്ഞിട്ട് രാവിലെ അത്ര ഒരു ഇതായിരിക്കും, ഒരു വെളിവില്ല. അപ്പോഴും അവര് പറയും കുഴപ്പമില്ലടാ, ഞങ്ങൾക്ക് മനസ്സിലാവും. അവരിൽ കുറച്ചു പേരൊക്കെ നഴ്സുമാരായിരുന്നു. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും, നീ ഫ്രീ ആകുമ്പോ എന്നെ വിളിച്ചാൽ മതി. അപ്പൊ വല്ലാത്തൊരു അപ്രോച്ചാണ് മാം. നമ്മൾ അവരിങ്ങനെ എന്തോ പറയണ, ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോവാണ് ഇത്രയും നാള്. അപ്പൊ പഠിച്ചവന്റെ ഒരു കൃപ കൊണ്ടാണ് ഞാനിങ്ങനെ എന്തോ പറയണ ബ്ലെസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ എത്തിയത്. അത് അൽഹംദുലില്ലാ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ എല്ലാരും ബ്ലെസ്ഡ് ആണ്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലെ ഒത്തിരി പേരുടെ എന്താ പറയണ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ പിന്നെ സ്ട്രെങ്ത് തരുക. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ കൂടെ വന്ന് എത്തിയത് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. അതിന് പഠിച്ചവനും നന്ദി പറയണം. നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് സന്തോഷമായിട്ട് ആരോഗ്യത്തോടെ നന്നായിട്ടിരിക്കണം എന്ന് ഞാൻ എന്നും ദുആ ചെയ്യും. അറ്റത്തോളം ഞാൻ നീതൂസിനെ മറക്കത്തില്ല, എല്ലാ ട്യൂട്ടേഴ്സിനെയും മറക്കത്തില്ല. അൽഹംദുലില്ലാ വലിയൊരു ഭാഗ്യമാണ് നിങ്ങളുടെ കൂടെ എത്തിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് റസിയ പറഞ്ഞ ഓരോ കാര്യങ്ങളും എല്ലാവരുടെയും മുഖത്തോട്ടൊന്നും നോക്കി, ഞങ്ങൾ എല്ലാം ആ ഒരു വർത്താനത്തിലായിരുന്നു അല്ലെ ഇത്രയും നേരം അല്ലേ? യെസ്,
ശരിക്കും കേട്ടോ. ഞങ്ങൾക്ക് നല്ല ട്യൂട്ടേഴ്സിനെ തന്നു, എല്ലാം തന്നു. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതിൽ തന്നെ മാമിന് ഒരു വലിയ എന്തോ പറയണ ബ്ലെസ്സിങ് ആണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇറ്റ് ഇസ് എ ബ്ലെസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഉറപ്പായിട്ടും ആ ഒരു ബ്ലെസ്സിങ് എല്ലാവരിലോട്ടും എത്തും. ഒരുപാട് സന്തോഷം ബ്ലസ്സിയ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോഡ് ബ്ലെസ് താങ്ക് യു. യു. യെസ്, സോ വി വിൽ മൂവ് ഓൺ വിത്ത് വിനി. യെസ് വിനി രഞ്ജിത്ത്. യെസ് വിനി, പറഞ്ഞേ. എന്താ പറയണ്ടേന്ന് അറിയില്ല മാം. എല്ലാവരുടെയും കേട്ടോണ്ട് ഞാനും ആ ഫീലിൽ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോഴും എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാം. കാരണം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. എനിക്ക് ആക്ച്വലി ഞാന് ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു മാം. കാരണം ഞാൻ ഏതായാലും ഫസ്റ്റിലൊന്നും ഞാൻ പാസ്സാകുന്നില്ല, വെറുതെ ട്രയൽ നോക്കാം എന്നുള്ള രീതി മാത്രം കയറിയതാണ് ഞാന്. കാരണം എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവർ എത്ര പ്രാവശ്യം എഴുതിയെന്ന് പോലും എനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ അവരുടെ എല്ലാം കണ്ടിട്ട് മടിച്ചിട്ടാണ് ഞാൻ ഇതുവരെയും കയറാതിരുന്നത്. കാരണം എനിക്ക് അത്രയും ക്ഷമയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഫസ്റ്റില് എഴുതിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഡെസ്പായി പോയാലോ, വെറുതെ എന്തിനാ ടൈം കളയുന്നതെന്ന് വിചാരിച്ച് ഞാൻ അവരെന്നെ ഫോഴ്സ് ചെയ്തായിരുന്നു, നീയും ചേരുന്നു. പക്ഷെ ഞാൻ അതിൽ ഒട്ടും ഒരു കംഫോർട്ട് അല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചു ഓക്കെ ഇതൊന്ന് എഴുതി നോക്കാം. അങ്ങനെ ഞാൻ ആദ്യം ഫേസ്ബുക്കിലാണ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുന്നത് ഏത് അക്കാഡമിയാണ് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പൊ എപ്പോഴും വരുന്നത് നീതൂസ്. എപ്പം ഞാൻ എടുത്തു നോക്കുമ്പോഴും നീതൂസ് ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ ഫോട്ടോസ് എടുത്ത് നോക്കും. അന്നേരം എല്ലാവരുടെ ഫോട്ടോസ് മാർക്ക് എല്ലാം നോക്കുമ്പോൾ എല്ലാം നീതൂസിന്റെ ആണ് ഏറ്റവും ആദ്യം എനിക്ക് വരുന്നത്. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ ഈ നീതൂസിൽ പഠിച്ചവരെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അവരെ എല്ലാം നമ്പർ എടുത്ത് ഞാൻ അവരെ എല്ലാം കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അവരെവിടെയാ പഠിച്ചത്, എങ്ങനെയുണ്ട് നീതൂസ്, അവരെല്ലാം പോസിറ്റീവായിട്ടാണ് പറയുന്നത്. നിനക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ നീ നീതൂസിൽ ചേർന്നാ മതി, വെറുതെ ടൈം പാസിനാണെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചേർന്നോ, പക്ഷെ നിനക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ ജയിക്കണം എന്നുണ്ടെങ്കിൽ നീ നീതൂസ് തന്നെ ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എത്ര സ്ട്രിക്റ്റ് ആണെങ്കിലും ഞാൻ ഇവിടെ കയറൂ, ഇവിടെ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ വിനോദ് സാറിന്റെ ക്ലാസ്സിന് കയറി. സാറിനെ പേടിച്ചിട്ടാണ് ഞാൻ റീഡിങ് ചെയ്യാൻ തുടങ്ങിയത്. പേടിച്ച് ഞാൻ ഇത് റീഡിംഗ് ആയിരുന്നു ഏറ്റവും കൂടുതലും ഞാൻ നോക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞാൻ നോക്കി പിന്നെ ഞാൻ തന്നെ അറിയാതെ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ആയി തുടങ്ങി. കാരണം എനിക്ക് പിന്നെ അതിനോടൊരു ഇഷ്ടം തോന്നി റീഡിങ്ങിലാണേലും. കാരണം അത് കഴിഞ്ഞിട്ട് വിനോദ് സാറിന്റെ ക്ലാസ് ആ സമയത്തെല്ലാം ഭയങ്കര ടഫായിരുന്നു, പേടിയായിരുന്നു. പക്ഷെ ക്ലാസ് സാറിന്റെ കഴിഞ്ഞെന്നറിഞ്ഞപ്പോ ഭയങ്കര വിഷമം തോന്നി. അപ്പൊ സാറ് തന്നെ പറഞ്ഞു, പിള്ളേരെ ഇനി ഞാൻ ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചത്തുപോകും, നിങ്ങൾ ഇനി ഫ്രീ ആയിട്ടൊന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് പിങ്കി മാമിനെ കിട്ടിയത്. പിങ്കി മാം ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിങ്കി മാമിന്റെ ക്ലാസ്സിലൂടെയാണ് പിന്നെ ഞാൻ കൂടുതൽ ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അങ്ങനെ ആ മാമ, പിന്നെ എത്ര പേരുടെ പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ റിച്ച മാമിന്റെ സ്പീക്കിങ്ങും അതെനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയതാണ്. അങ്ങനെയാണ് ഇതിൽ നമുക്കൊരു കൂടുതൽ അടുപ്പം തോന്നുവാണ്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല മാം. കാരണം ഞാൻ വേറെ പഠിച്ചിട്ടില്ല, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞ് എനിക്കറിയാം. ഇപ്പൊ ഒത്തിരി പേര് എന്നോട് ചോദിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഈ എല്ലാ വിന്നേഴ്സ് മീറ്റും കാണുമായിരുന്നു. അപ്പം അവരെല്ലാം പറയുന്ന ഞാൻ ശ്രദ്ധിക്കായിരുന്നു. എന്നിട്ട് ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടുന്നവരെന്ന് കേൾക്കുമ്പോ എനിക്ക് അവരെ വലിയ എന്താ പറയുന്നത്, വലിയ മലകോരെ പോലെ അയ്യോ എനിക്ക് ഭയങ്കര. എന്നിട്ട് അവരോട് എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ് പറയുന്നതെന്ന് ഞാൻ കേട്ടിരിക്കുവായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമായിരുന്നു മാം. നീതു മാമിനോട് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കാരണം ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ് നീതു മാമിന്റെ. കാരണം നമുക്ക് ഒരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും തരുന്നത്, ഡെസ്പായി പോകുമ്പോഴും എല്ലാം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിനി. ഒത്തിരി സന്തോഷം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? യെസ്, ആ ഒരു വൈബ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസ് ഈ പറയുന്ന കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോവാൻ നീതൂസിനുള്ള ഒരു എനർജി എന്ന് പറയുന്നത് അല്ലെ? തീർച്ചയായിട്ടും അതൊരു ചെറിയ എനർജി അല്ല അല്ലെ? നമ്മള് ഒരു ഓഫ്ലൈൻ ഞങ്ങളെ പോലുള്ളവരുടെ ഡ്രീമാണ് മാമിനെ പോലുള്ളവര് സാധിപ്പിച്ചു തരുന്നത്. കാരണം ഇതൊന്നും എന്നാ പറയുന്നേ ആരെ കൊണ്ടും പറ്റാത്തതാണ് മാം. കാരണം അത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഞാനത് എപ്പോഴും ഓർക്കും. ശരിക്കും ഞങ്ങൾ ആരും മറക്കുകയില്ല. ഒരുപാട് സന്തോഷം. ഇതിൽ കൂടുതൽ എന്താണ് റിട്ടേൺ ആയിട്ട് ഒരാൾക്ക് പ്രതീക്ഷിക്കാനുള്ള അല്ലെ? ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ നീതൂസ് എന്ന് പറയുന്ന ഫാമിലിയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. Okay, so we'll move on with Ardra. Yes, Ardra. Hi ma'am. Exactly ഞാൻ നീതൂസില് ഒരു എക്സാം ബാച്ച് ആയിട്ടാണ് ജസ്റ്റ് കയറിയത്. എക്സാം ക്രാഷിന് വന്നയാളാണ്. ക്രാഷ് കോഴ്സിന് വന്നതാണ്. ഇതിനു മുമ്പ് എനിക്ക് അയർലൈൻ സ്കോർ ആയിരുന്നു. ആൻഡ് ഞാൻ ഇവിടെ UK മൂവ് ചെയ്തു. അപ്പൊ ഹസ്ബൻഡ് കൂടെ മൂവ് ചെയ്തപ്പോഴത്തേനും ഓൺലൈൻ കോഴ്സ് ആണ് എനിക്ക് ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ ഇനി.
ആൻഡ് ഓക്കെ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ എഴുതും വേണം. ഓൾറെഡി UK എത്തി, ഇനി അയർലൻഡിൽ പോകാൻ പറ്റില്ല. അപ്പൊ ഓക്കെ അങ്ങനെയുള്ളപ്പോ ഏത് എന്നുള്ളത് ആലോചിച്ച് ജസ്റ്റ് നമ്മളെപ്പോഴും പണ്ട് തൊട്ടേ ഈ നഴ്സിംഗിന് കയറി കാലം തൊട്ട് കേൾക്കുന്നതാണ് നീതൂസ് നീതൂസ് നീതൂസ്. നീതൂസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നീതൂസിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ നോക്കിയപ്പോ ഇതിന് ഓക്കെ നീതൂസിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാം, എന്താ അവർ പറയണേ, അവരുടെ കോഴ്സ് നോക്കാന്ന് പറഞ്ഞ് ഞാൻ കോൺടാക്ട് ചെയ്തതാണ്. അപ്പൊ ഓക്കെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അവിടെ നിന്ന് കിട്ടിയ ഒരു റെസ്പോൺസ് മീൻസ് 4 ആഴ്ചയാണ് ക്ലാസ് വരുന്നത്. അതില് ലാസ്റ്റ് ഫുൾ മോക്ക് ടെസ്റ്റ് ആണ് വരുന്നത്, നീതു മാമിന്റെ എക്സ്ക്ലൂസീവ് ക്ലാസ്സസ് ഉണ്ട്. അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേനും നമുക്ക് ഓക്കെ എന്നാൽ നമുക്ക് ഇതിലോട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ എന്നാലും ഇങ്ങനെ കുറെ മടിച്ചിരുന്ന ലാസ്റ്റ് മൊമെന്റിലാണ് ഞാൻ നീതുസിൽ ജോയിൻ ചെയ്തത്. ഓക്കെ ക്ലാസ്സസ് തുടങ്ങുന്നതിന് ഒരു 2-3 ഡേയ്സ് മുമ്പാണ് ഞാൻ ജോയിൻ ചെയ്തത്. ആൻഡ് ഓക്കെ ഈവൻ ഞാനിവിടെ എക്സാമിന് പോയപ്പോഴത്തേനും നമ്മുടെ നീതൂസിൽ തന്നെ 2 സ്റ്റുഡൻസിന് ഞാൻ മാഞ്ചസ്റ്ററിലാണ് എക്സാം എഴുതിയത്, അവിടെ കണ്ടായിരുന്നു. ആഹാ അപ്പൊ ഇതില് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഈ മാമിന്റെ ഫുൾ ക്ലാസ്സിൽ കണ്ടിട്ടുള്ള പരിചയം വെച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു, എങ്ങനെയുണ്ട് എക്സാം ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്പീക്കിങ്ങിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കണ്ടത്. അപ്പൊ ഓക്കെ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ഡിസ്കസ് ചെയ്തായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സിന്റെ എന്തെങ്കിലും എക്സാമിന് ബേസിൽ എഫക്റ്റീവ് ആയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞ മെയിൻ ഒരു പോയിന്റ് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ബാക്കിയെല്ലാം എനിക്ക് ബി ഉണ്ടായിരുന്നു, സ്പീക്കിംഗ് എനിക്ക് 330. എപ്പോ എഴുതിയാലും 330ലാണ് നിൽക്കുന്നത്. എന്റെ 3rd അറ്റംപ്റ്റ് ആണിത്. ഓക്കെ മുമ്പ് എഴുതിയപ്പോഴും 330, ഇപ്പൊ ലാസ്റ്റ് അയർലൻഡ് സ്കോറിന് എഴുതിയപ്പോഴും 330 ആണ് എനിക്ക് വന്നത്. അപ്പൊ ഓക്കെ എനിക്ക് അത്രയും ഞാൻ ഒരു ഹോപ്പും ഇല്ലാണ്ട് പോയി എഴുതിയ എക്സാം, പ്രത്യേകിച്ച് UK ലാംഗ്വേജ് ബാരിയർ, എനിക്ക് ഇവരുടെ ആക്സെന്റ് ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായി. ഒരു ഹോപ്പും ഇല്ലാണ്ട് ഞാൻ പോയി എഴുതിയ എക്സാം ആയിരുന്നു ഇപ്രാവശ്യത്തെ. ആൻഡ് റീഡിങ്ങില് എ പാർട്ടില് ഞാൻ ഇത്ര നാള് പ്രാക്ടീസ് ചെയ്ത് വെച്ച് എന്ത് വെച്ച് നോക്കുകയാണെങ്കിലും 12 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും എന്റെ എ പാർട്ട് കഴിഞ്ഞ് ഞാൻ ഇരിപ്പായി. എനിക്ക് ഈവൻ റീചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും വന്നില്ല, അത്രയും തറോ ആയിട്ട് ഞാൻ എഴുതി അങ്ങ് ഉറപ്പായിരുന്നു. ഇരിപ്പായി. എനിക്ക് അത്ര ഓക്കെ ഉറപ്പായിരുന്നു എ പാർട്ട് എനിക്ക് ആ 20 മാർക്ക് എനിക്ക് ഉണ്ട് എന്നുള്ള കാര്യം. അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് മാമിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റീഡിങ്ങിന്റെ ക്ലാസ് എനിക്ക്. അതുപോലെ ബി പാർട്ട് എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം, ഓരോ സെഷൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് അവർ ഓരോ ദിവസം സ്പെസിഫൈ ചെയ്ത് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ഓക്കെ അതുപോലെ തന്നെ ഇത്ര നാളുകൾക്കിടയിൽ ക്രൈറ്റീരിയാസ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല എന്നുള്ള കാര്യം മാമിന്റെ വായിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. ക്രൈറ്റീരിയയുടെ പ്ലൂറിൽ ക്രൈറ്റീരിയാസ് എന്നും പറഞ്ഞിരുന്നായിരുന്നത് ക്രൈറ്റീരിയ ആണ്. അതുപോലെ ഈ ഓരോ ക്രൈറ്റീരിയക്ക് നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ റൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് യൂസ് ചെയ്ത് നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ഇതാക്കി ചെയ്യുമ്പോഴത്തേനും നമുക്കത് യൂസ്ഫുൾ ആവുന്നുണ്ട്. റൈറ്റിംഗ് എന്റെ അറിവ് ശരിയാണെന്ന് വെച്ചാൽ എന്റെ അപ്പുറത്തൊക്കെ ഞാൻ നോക്കിയാലേ ഏറ്റവും ലാസ്റ്റ് എക്സാം എഴുതി തുടങ്ങിയത് ഞാനാണ്. മാം പറഞ്ഞ മാതിരി 5 മിനിറ്റ് നമ്മൾ റീഡിംഗ് ടൈം എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റെസ്പോണ്ടന്റ് ആയി നിന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് എഴുതി ഏറ്റവും ഫസ്റ്റ് എഴുതി കഴിഞ്ഞതും എന്റെയാണ്. എന്റെ ഓക്കെ ഏറ്റവും പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ടീച്ചറെ ഞാൻ ഇത് മൊത്തം തെറ്റാണ്, എന്റെ അറിവിൽ ഞാൻ ഇതൊക്കെ തെറ്റാണ്, എന്തോ തെറ്റാവട്ടെ അതൊന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കി എന്റെ റീഡർക്ക് വേണ്ട സാധനം അവിടെ ഉണ്ട്, ഇനി അവരെന്തോ ചെയ്യട്ടെ, എന്തായാലും നമ്മൾ എഴുതി എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. പക്ഷെ അത് മാം പറഞ്ഞ മാതിരി ആ റീഡർ എന്ന രീതിയിൽ ഞാൻ അത് വായിച്ചപ്പോ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. ഓക്കെ ആൻഡ് എനിക്കത് നല്ല എഫക്റ്റീവ് ആയിട്ടുണ്ട്. മാമിന്റെ ക്രൈറ്റീരിയ പറഞ്ഞത് ഓരോ ക്രൈറ്റീരിയസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്. സ്പീക്കിങ്ങിലാണെങ്കിലും ഞാൻ മുമ്പ് എനിക്ക് സ്പീക്കിംഗ് 430 ആയിരുന്നു, ഇപ്രാവശ്യം അതേ 430 സെയിം റേഞ്ചിൽ എനിക്ക് ഒപ്പം. കഴിഞ്ഞ പ്രാവശ്യത്തെ റീഡിംഗ് ഇപ്രാവശ്യം 380 ആയിട്ടുണ്ട്. 330ലാണ് ഞാൻ ഓക്കെ എപ്പോഴും നിൽക്കാറുള്ളത്, അത് ഓക്കെ 380 കയറിയിട്ടുണ്ട്. ഗ്രേറ്റ് ഗ്രേറ്റ് അങ്ങനെ ഗ്രേറ്റ് ഓക്കെ എല്ലാതും ലിസണിങ് ആണെങ്കിലും 360 ആയിരുന്നു, അത് ഇപ്രാവശ്യം 390 ആയിട്ടുണ്ട്. എല്ലാവരും ഗ്രേറ്റ് ഗ്രോത്ത് ഉണ്ട്, ഒന്നും താഴേക്ക് പോയിട്ടില്ല, എല്ലാം അതേ റേഞ്ചിൽ അല്ലെങ്കിൽ ഗ്രോത്തിൽ നിന്നിട്ടുണ്ട് ഇവിടെ നീതൂസിൽ വന്നേ പിന്നെ. എനിക്ക് അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ആദ്ര, ഒത്തിരി സന്തോഷം അല്ലെ. നമ്മൾ വേറൊരു കൺട്രിയിലോട്ട് റീലൊക്കേറ്റ് ചെയ്യേണ്ട വരുമോ എന്ന് വരെ പേടിച്ചിരുന്നിട്ട് ആ ഒരു കറക്റ്റ് ആയിട്ട് സ്കോർ കിട്ടുക, അതും ഫുൾ ബിയോട് കൂടെ തന്നെ അത് ക്ലിയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ ഗോഡ് ബ്ലെസ് യു. ഓക്കെ താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. യെസ് നീന ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നെ ഇപ്പൊ വിളിക്കുമെന്ന്. യെസ് നീന പറഞ്ഞേ, എന്താ തോന്നുന്നേ? ഒരു സന്തോഷം മാം, പറയാൻ വാക്കുകളില്ല, എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ല എന്റേത്, എന്റെ 5th അറ്റംപ്റ്റ് ആണ്. 5th അറ്റംപ്റ്റ് ആണ്. ഓക്കെ 5th അറ്റംപ്റ്റ് ആണ്. എനിക്ക് പറയാൻ അറിയുന്നില്ല എങ്ങനെ പറയുന്നത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുന്നത്. ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് പല സ്ഥലത്തു കൂടെയും പല സ്ഥലത്തും നോക്കിയിട്ട് കിട്ടാതെ വന്ന സാധനമാണിത്. പിന്നെ എനിക്ക് തോന്നിയത് മറ്റെല്ലായിടത്തുനിന്നും വ്യത്യസ്തമായിട്ട് സ്റ്റാഫ് ഫാക്കൽറ്റീസ് നല്ല സപ്പോർട്ടാണ്. ഇപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഏത് നേരത്തും മീൻസ് ഒത്തിരി പല ടൈം ടേബിളിൽ പല ടൈമിങ്ങിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് പഠിക്കാം.
അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നി. കാരണം റീഡിങ് ലിസണിങ് വേറൊരിടത്തും ലൈവ് ക്ലാസ് ഞാൻ പോയിടത്തൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ലൈവായിട്ടൊരു ഓക്കെ. ക്ലാസ് കണ്ടിട്ടില്ല. അപ്പം അത് നമ്മൾ തന്നെ പഠിക്കാനിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ വരുമ്പം നമുക്ക് ലൈവ് പോകുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നേ ഇല്ല. അതിന്റെ ഒപ്പം നമ്മളും പോവുകയാണ്. അപ്പൊ അതെ. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളും ആ കൂട്ടത്തിൽ അങ്ങോട്ട് പോകുന്നു. പിന്നെ നമുക്ക് സ്കോർ അറിയാനുള്ള ഒരു ആകാംക്ഷയായി. ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് കൂടുന്നുണ്ടോ സ്കോർ കൂടുന്നുണ്ടോ കൂടുന്നുണ്ടോ? അതെ എന്നുള്ളൊരു ആകാംക്ഷ. എനിക്ക് അതെ. റീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉം. എപ്പോഴും എനിക്ക് സ്കോർ കുറയുന്നത് റീഡിംഗ് ആയിരുന്നു. ഉം. വന്ദന മാമിന്റെ ക്ലാസ് ആണ് എനിക്ക് റീഡിങ് ശരിക്കും എങ്ങനെയാണ് ബി പാട്ടും സി പാട്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വായിക്കുകയില്ലായിരുന്നു അത്. ഞാൻ ഒരിക്കലും സി പാട്ട് ഇന്ന് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ചെയ്തിട്ടില്ലെങ്കിലും ഫുള്ള് ചെയ്യാറുണ്ടായിരുന്നില്ല. സി ഓക്കെ. പാട്ട് ഞാൻ മാമിന്റെ ക്ലാസ് കഴിഞ്ഞ പിന്നെയാണ് സി പാട്ടൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അത് ശരിക്കും ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷ, എനിക്ക് ഇത്ര സ്കോർ കിട്ടുമോ എന്നുള്ള ഒരു ഇത്. മാമിന്റെ ഇടയിലുള്ള ക്വസ്റ്റ്യൻ ചോദ്യം. മാം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. എനിക്ക് പക്ഷെ മാമിന്റെ ക്ലാസ് ഒത്തിരി ഹെൽപ്പ് ആയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ടൈം ഓക്കെ. 280 എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം 350 മാറിയിട്ടുണ്ട്. 350 280 to 350 അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പിന്നെ സണ്ണി സാറിന്റെ ക്ലാസ് പറയാതെ എനിക്ക് പറ്റില്ല. കാരണം ഓക്കെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭയങ്കര ഡെസ്പായിട്ട് നമ്മൾ അത്രയും ഡൗൺ ആയിട്ടായിരിക്കും. 5th attempt എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും തീർച്ചയായിട്ടും. ചോദ്യങ്ങളുണ്ട്. അപ്പോ എല്ലാരും വീട്ടിലും നാട്ടിലും എല്ലാരും ചോദിക്കുന്നു. ചില നേരങ്ങളിൽ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് സാറിന്റെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്. എനിക്കത് പറയാതെ പറ്റില്ല. അത്രയും ഭയങ്കര സപ്പോർട്ടായിരുന്നു അത്. സാറ് തീർച്ചയായിട്ടും. പറയുമ്പോ നമുക്ക് എവിടുന്നൊക്കെ ഒരു എനർജി കയറി വരും. അന്നത്തേക്ക് ഫുള്ളുള്ള എനർജിയാണ് അത്. പിന്നെ പറയാനുള്ളത് ക്രൈറ്റീരിയ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത് നീതുസി വന്നിട്ട്. എനിക്ക് അറിയില്ലായിരുന്നു ഇതിനു മുന്നേ. ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിലും ക്രൈറ്റീരിയയുടെ കാര്യം സ്പീക്കിങ്ങിനാണേലും കറക്റ്റ് ആയിട്ട് ക്രൈറ്റീരിയ വെച്ച് ചെയ്യുന്നു. റൈറ്റിങ്ങിനാണേലും അത് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അങ്ങ് ആയി പോകും. നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും. നമുക്ക് തന്നെ തോന്നി തുടങ്ങി, ക്രൈറ്റീരിയ ഒന്നും ചെയ്തിട്ടില്ല, അത് വെച്ചിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെ വെരി ഗുഡ്. അത് എനിക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും 370 ഉണ്ട്. അത്ര സ്കോർ എനിക്ക് റിയലി ഗ്രേറ്റ്. കിട്ടിയത് ആ ക്രൈറ്റീരിയ വെച്ച് ഞാൻ പഠിച്ചത് കൊണ്ട് മാത്രമാണ്. അത് നീതുസിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വേറെ എവിടെയും അത് കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ ഒത്തിരി നന്ദിയുണ്ട് എല്ലാ സ്റ്റാഫിനോടും. എനിക്ക് പറയാൻ ഒരുപാട് വാക്കുകളില്ലല്ലോ. സന്തോഷം, ഒരുപാട് സന്തോഷം നീന. നീനയാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരാളല്ലേ ശരിക്കും ഒരു കമ്പാരിസൺ ചെയ്യാൻ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി പഠിച്ച് ഇപ്പൊ പറഞ്ഞ പോലെ 5 അല്ലെ 5 7 പറഞ്ഞത്? 7ാമത്തെ അറ്റംപ്റ്റ് ആണ്. 5ാമത്തെ അറ്റംപ്റ്റ്. ഓക്കെ. അപ്പൊ 5ാമത്തെ തവണ എക്സാം എഴുതി ഇവിടുന്ന് പാസ്സായി നിൽക്കുമ്പോൾ യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ടോക്ക് അബൌട്ട് നീതൂസ് അല്ലെ? എനിക്ക് ഉറപ്പായിട്ടും അത് പറയാൻ പറ്റും അല്ലെ? ഒരുപാട് സന്തോഷം, ഒരുപാട് ഒത്തിരി സന്തോഷം. നന്ദിയുണ്ട് എല്ലാ സ്റ്റാഫിനും, വിട്ടുപോയ എല്ലാവരോടും. പേരൊന്നും പകുതി ആയിക്കോട്ടെ. ഓർമ്മയില്ല. ഒത്തിരി താങ്ക്സ് ഉണ്ട്. തീർച്ചയായിട്ടും കൺവേ ചെയ്തേ കേട്ടോ. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ഓക്കെ. ഓക്കെ. യെസ് ഡിയർ. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് ധന്യ. യെസ് ധന്യ. ഹലോ നീതു മാം. ഹായ് ധന്യ, പറഞ്ഞു. ഞാൻ ഈ വിന്നേഴ്സ് മീറ്റ് ഒന്നും കാണാറില്ല. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർക്കുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ ഞാൻ പല ഓക്കെ. പ്രാവശ്യം എഴുതി. എനിക്ക് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് റീഡിംഗ് ആണ്. ഭയങ്കര പാടാണ് റീഡിംഗ് വേറൊന്നുമില്ല, പേടിയാണ്. എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് നല്ല സ്കോർ ഉണ്ട്. ഒരു 330 ഒരു 32 33 സ്കോറിലൊക്കെയാണ് ഞാനത് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സാം ഹാളിൽ പോകുമ്പോ എനിക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റിപ്പീറ്റേഴ്സ് ബാച്ചിലോട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. ഞാനൊരു 1.5 മാസം ഞാൻ അത് അറ്റൻഡ് ചെയ്തുള്ളൂ. പക്ഷെങ്കിൽ എന്റെ ഈ 2 വർഷത്തെ പേടി മൊത്തം ആ 1 മാസം കൊണ്ട് പോയി. കാരണം ആ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിന്റെ ആ ഒരു സ്ട്രക്ചറേ എന്ന് പറയുന്നത് അതാ. കാരണം എന്നും എക്സാം എഴുതുന്ന പോലെ 2 hour ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പൊ ആ പേടി എന്ന് പറയുന്നത് മൊത്തം പോയി. എനിക്ക് ആ ഒരു റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആ ഒരു അവരുടെ ആ ഒരു കോർഡിനേഷൻ ഭയങ്കര. എല്ലാ ബാച്ചിലും ഞാൻ റിപ്പീറ്റേഴ്സ് ചെന്നിട്ടുണ്ട്, ക്രാഷ് കോഴ്സ് ചെന്നിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും എനിക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാഫിന് നമ്മളോടുള്ള, ആ ഒരു ട്യൂട്ടറിന് നമ്മളോടുള്ള ഒരു കെയറിങ് എന്ന് പറയുന്നത് അത് ഭയങ്കര. എനിക്ക് ഈ പ്രാവശ്യം റൈറ്റിങ്ങിനും 260 ഉണ്ടായിരുന്നുള്ളൂ. 260 നിന്നാണ് ഞാൻ 350 ആകുന്നത്. എനിക്ക് ആ ഒരു 260 to 350. യെസ്, 90 മാർക്സ് ആണ് റീവാലുവേഷനിൽ മാർക്സ് കേറിയേക്കുന്നത്. ഓക്കെ. അതെ, എനിക്കൊരു ഭയങ്കര ഒരു മിറക്കിളാണ്. അതേപോലെ തന്നെ റീഡിങ്ങിന് എനിക്ക്
എപ്പോഴും റീഡിങ്ങിന് 220, 230 ഒക്കെ എക്സാമിന് കിട്ടത്തുള്ളൂ. പക്ഷെങ്കിൽ ആ ഒരൊറ്റ സ്കോറിൽ നിന്നാണ് എനിക്ക് ഈ പ്രാവശ്യം 350 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ വേറെ ഒരു മെറ്റീരിയലും ചെയ്തിട്ടില്ല. നമ്മുടെ നിതുസ് അക്കാഡമിയിൽ ഒരു വിത്തിൻ 1 ഇയർ FBയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ മാത്രം ഞാൻ പ്രിന്റ് എടുത്ത് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഡെയിലി അതൊരു 5 എണ്ണം വെച്ച് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അത് ചെയ്തിട്ടേ ഞാൻ ഉറങ്ങൂ. എത്രയോ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സ്കോറിലോട്ട് കാര്യമാണ്. യെസ്, ഒരുപാട് സന്തോഷം തന്നെയാ. ഒത്തിരി 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 എക്സൈറ്റഡ് ആണ് ആ ഓരോ വേർഡ്സുകളിലും. അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെങ്കിൽ അവരോടെല്ലാം ധൈര്യമായിട്ട് നിങ്ങൾ നിതുസ് അക്കാഡമി ജോയിൻ ചെയ്യും. നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, അവര് ബാക്കി നോക്കിക്കോളും. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും നോക്കണം. നമ്മളെക്കാട്ടിലും ഇപ്പൊ എനിക്ക് പല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റിയ എല്ലാവരിൽ നിന്നും കേൾക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, പൈസ നമ്മൾ പേ ചെയ്യുന്നിടം വരെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര മെസ്സേജിങ് ആയിരിക്കും, ഭയങ്കര വിളിയായിരിക്കും. നമ്മൾ വൺസ് പൈസ പേ ചെയ്താൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ എക്സാം എഴുതുക, പഠിക്കുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അവര് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും ആരും നോക്കാനില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ പൈസ പേ ചെയ്തോ പിന്നെ നിതുസ് അക്കാഡമിയുടെ ഫേസ് അങ്ങ് മാറും. അവര് നമ്മളെ, ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിനോട് തമാശക്കാണെങ്കിൽ പറയാം, നമ്മളെ കുറേ നേരം അടിച്ചു പഠിപ്പിക്കും എന്ന് പറയും. അതേപോലെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തത്. എന്നോട് കണ്ണടച്ച് ജോയിൻ ചെയ്യാം, കണ്ണടച്ച് നമുക്കങ്ങ് പോയാൽ മതി അങ്ങോട്ട്, അത്രയേ ഉള്ളൂ. ഒരുപാട് സന്തോഷം തന്നെയാ. ഓക്കെ, ഒരുപാട് സന്തോഷം. ഓക്കെ, യെസ് 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 യെസ്. ജിഷ MC. ഗുഡ് ഈവനിങ്. പറഞ്ഞേ. ഭയങ്കര സന്തോഷമുണ്ട് മാം. ഇവിടെ വരാൻ പറ്റിയത് എന്റെ ഭയങ്കര വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കുറെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ നെയ്തൂസ് ചൂസ് ചെയ്തത്. ഈ സ്കോർ കിട്ടാൻ പറ്റിയത് ഡെഫിനറ്റ്ലി ഇവിടെ വന്നിട്ട് തന്നെയാണ്. കാരണം ഇവിടുത്തെ ക്രൈറ്റീരിയ വെച്ചിട്ട് എല്ലാ മൊഡ്യൂളിലും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഞാൻ വേറെ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷെ എല്ലാവരും പറയണത് കേട്ടിട്ടുണ്ട്, ലിസണിങ് ചെയ്യിപ്പിക്കില്ല, ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലിസണിങ് ചെയ്യിപ്പിക്കില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്യുള്ളൂ എന്ന് പണ്ടേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമായിരുന്നു. റീഡിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫ് ഉണ്ടായിരുന്നത്. എല്ലാ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് അവർക്ക് പേര് പറയാൻ പറ്റുന്നില്ല. ഒരു എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ഒരു ടെൻഷനേ ഇല്ല. കാരണം ഒരു എക്സാം മോഡലിൽ തന്നെ ഇന്റേൺഷിപ്പ് ബാച്ച് കഴിഞ്ഞു, എക്സാം ബാച്ച് കഴിഞ്ഞു, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ഈസി. ഞാൻ എന്റെ അടുത്തിരിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചപ്പോ ഭയങ്കര ടെൻഷനാണ്. അപ്പുറത്തെ എന്റെ തൊട്ടടുത്തിരുന്ന ചേച്ചിക്ക് പാട്ടൊന്നും എഴുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് കിടക്കണം. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കണ എന്റെ നേരത്തെ കഴിഞ്ഞു എഴുതി. എല്ലാത്തിനും 350 ആണ് സ്കോർ. അപ്പം ദൈവാനുഗ്രഹം എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ തോന്നിയത്. തീർച്ചയായിട്ടും ഭയങ്കര അവിടുത്തെ ടഫായിട്ടുള്ള എല്ലാ മെറ്റീരിയലും ആണ് എനിക്ക് ശരിക്കും യൂസ്ഫുൾ ആയത്. കാരണം ഇത് വെച്ച് നോക്കുമ്പോ അത് ഭയങ്കര ഈസി. അപ്പൊ ഞാൻ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽ. പിന്നെ ആ ടീം ഭയങ്കര ബ്ലസ്ഡ് ആയിട്ടുള്ള ടീമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എല്ലാവരും. ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് ആയാലും അങ്ങനെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രാമർ ക്ലാസ്, റീഡിങ് ലൈവുകള് എല്ലാം, മാഡത്തിന്റെ റൈറ്റിംഗ് ലൈവുകള് എല്ലാം നന്നായിട്ടൊക്കെ അറ്റൻഡ് ചെയ്ത് അതിന്റെ നന്നായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. So God bless you. Yes. Yes, Anju Tankachan. Yes, Anju. Good evening. Good evening, ma'am. First of all, thanks to all the Nidus team, especially Nidu ma'am. എനിക്ക് ഓൾ ബി ഉണ്ട്. അപ്പൊ എനിക്ക് കമ്പാരിസൺ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെഡിക്കേഷൻ, അതാണ് ഫസ്റ്റ് വരുന്നത്. പിന്നെ ടൈറ്റ് സ്കെഡ്യൂളിങ്. ഞാൻ 1 month ക്രാഷ് കോഴ്സിനായിരുന്നു ജോയിൻ ചെയ്തത്. പക്ഷെ എനിക്ക് എന്നാലും ഇപ്പൊ കിട്ടിയെങ്കിലും എൻ്റെ ഒരു റിഗ്രറ്റ് എന്ന് വെച്ചാല് ഞാൻ 3 month റെഗുലർ ക്ലാസ്സിനായിരുന്നു ചേരേണ്ടത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ഈ 1 month ക്രാഷ് കോഴ്സിൽ നീതു മാമിന്റെ അക്കാഡമിയിൽ നിന്ന് തന്ന മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വേറെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടില്ല. ഒന്നാമത് മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ്, അതായിരുന്നു നമുക്ക് കോൺഫിഡന്റ് തന്നത്. കാരണം ആദ്യം ക്ലാസ്സിൽ പോകുമ്പോൾ ഇൻവിജിലേറ്ററിനെ ഇന്റർലോക്യൂട്ടറിനെ ഒക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ മാം പറയും, നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അപ്പൊ നമ്മളാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആള്, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പൊ അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിന് ചെന്നിട്ടും ഫസ്റ്റ് ടൈം ഞാൻ എക്സാമിന് പോയപ്പോ ഞാൻ എല്ലാ പേപ്പറും ബാഗിൽ വെച്ചോണ്ടാ പോയത്. റീഡിങ്, ലിസണിങ്, റൈറ്റിംഗ് എല്ലാം വെച്ചിട്ടാ പോയത്. പക്ഷെ ഇത്തവണ ഞാൻ എക്സാമിന് പോയപ്പോ എന്റെ ഹാൻഡ് ബാഗ് മാത്രമേ ഞാൻ എടുത്തോളൂ, പിന്നെ ഫോണും
അത്രയും ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു ഹെൽപ്ഫുൾ അല്ലേ? ഓക്കെ. എക്സാം എഴുതി എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിലും എനിക്ക് ഇപ്പോഴും ഇന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാൻ റെഗുലർ ക്ലാസ്സിലായിരുന്നു അറ്റൻഡ് ചെയ്യേണ്ടത്. അത്രയും കുറച്ചും കൂടി എനിക്കൊരു മാമിന്റെ കൂടെയുള്ള ഒരു ജേർണി എനിക്ക് എൻജോയ് ചെയ്യായിരുന്നു. ഒരുപാട് താങ്ക്സ് ഉണ്ട് മാം. ഒരുപാട് സന്തോഷം അഞ്ജു, ഒത്തിരി സന്തോഷം. യെസ്, അപ്പം എക്സാം ബാച്ചില് അല്ലെ നീതൂസിനോടൊപ്പം കൂടിയ ഒരാളാണ്. ഇന്ന് വിന്നർ ആയിട്ട് വന്നിരുന്നപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്കൊരു 3 month കോഴ്സ് ഇവിടെ ചെയ്യണമായിരുന്നു എന്നാണ്. ഒരുപാട് സന്തോഷം. അപ്പൊ അത്രയും ആ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ഈ ഒരു ഫാമിലിയോട് കൂടെ ഒരുപാട് എൻജോയ് ചെയ്തു എന്നത് ആ ഓരോ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് സന്തോഷം അഞ്ജു. സോ നിങ്ങൾ ആരും എങ്ങോട്ടും പോണില്ല. Still you are the part of this family. അപ്പം ഈ ഒരു ജേർണി ഇങ്ങനെ തന്നെ പോകും കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ. യെസ്, ഗോഡ് ബ്ലെസ് യു. യെസ് ഡിയർ. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ലീഷ്മ. മാം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പറഞ്ഞേ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് നീതൂസിലെ ക്ലാസ്സസ് ഒക്കെ. ഓരോ മാഡംസ് ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഈവൻ ഞാനൊരു ലേസി പേഴ്സൺ ആണ്. അപ്പൊ ഒരുപാട് ഇപ്പൊ ഞാൻ ടൈം കൊടുത്തില്ലേലും മാഡംസ് ആണെങ്കിൽ വിളിച്ചു ചോദിക്കാം എന്താ ടൈം തരാത്ത, ടൈം തരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈവൻ ഞാൻ ടൈം മറന്നു പോയാലും അവർ ആ സമയമാകുമ്പോ എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ അഡ്മിൻ ബാച്ച് ആണെങ്കിലും അഡ്മിൻ ക്രൂസ് ആണെങ്കിലും എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം. എന്തെങ്കിലും ഉണ്ടോ, കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ, അത് ഞങ്ങൾ നികത്തി തരാമെന്നൊക്കെ ഞങ്ങളോട് വിളിച്ച് ഓരോ പ്രാവശ്യം ചോദിക്കുമായിരുന്നു. അങ്ങനെ എന്താ പേരെടുത്ത് എല്ലാ മാഡംസും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇടയ്ക്ക് ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നായിരുന്നു. പക്ഷെ എങ്കിലും എനിക്ക് ഈ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ ഫൈൻ ലീഷ. ഓക്കെ ലീഷ്മ, അപ്പോ എനിക്ക് തോന്നുന്നു അല്ലേ ഫൈനലി ഇന്നൊരു വിന്നർ ആയിട്ട് വന്നിരിക്കുമ്പോ ഉറപ്പായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ അല്ലെ, അതൊരു ചെറിയ ജേർണി അല്ല തീർച്ചയായിട്ടും. അപ്പൊ ഫൈനലി യു ക്രാക്ക്ഡ് ഇറ്റ്. ഒരുപാട് സന്തോഷം. ലൈഫിൽ എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ് ഡിയർ. യെസ് ഷാരിക. ഒത്തിരി സന്തോഷം മാം. അഭിമാനം തോന്നുന്നു ഈ ഒരു മീറ്റിംഗിൽ ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയതില്. തീർച്ചയായിട്ടും. പിന്നെ എടുത്തു പറയേണ്ടത് റൈറ്റിങ്ങിന് 400 കിട്ടി. റിയലി ഗ്രേറ്റ്. റൈറ്റിങ്ങിന് 400 മേടിച്ചിരിക്കുന്ന ആളാണ്. യെസ്, എങ്ങനെയാണ് 400 എന്ന് പറയുന്ന ഒരു സ്കോറിലോട്ട് എത്തിയത്? ഒത്തിരി പേര് നോക്കിയിരിക്കുക. മാമിന്റെ ക്ലാസ്സസും സണ്ണിസാറിന്റെ ഗ്രാമർ ക്ലാസ് ബേസിക് ആയിട്ട് ഫസ്റ്റിലേ കിട്ടിയ ക്ലാസ്സസ് ആണ് എനിക്ക് ഈ സ്കോർ കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന്റെ ഗ്രാമർ ക്ലാസ്സസ് ഒക്കെയാണ് ഞാൻ റെഫർ ചെയ്തിട്ടുള്ളത് എക്സാമിന് മുന്നേ. തീർച്ചയായിട്ടും. യെസ്, അപ്പം വളരെ കൃത്യമായിട്ടുള്ള ഒരു അല്ലെ, കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയ ക്ലാസ്സും കൃത്യമായിട്ടുള്ള ഗ്രാമർ ക്ലാസ്സസും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നത് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും 400 എന്ന് പറയുന്ന സ്കോർ അല്ലെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ്. നമുക്ക് ഒരിക്കലും കിട്ടാത്ത സ്കോർ അല്ല. അത് ഈസി ആയിട്ട് എത്താൻ പറ്റുമെന്നാണ് ശാരികയുടെ ഒരു സ്കോറിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപാട് പേരുണ്ട് ഇപ്പൊ 400 മേടിക്കുന്ന സ്റ്റുഡൻസ് അല്ലെ. അതെ, അപ്പൊ എല്ലാരും ഭയങ്കര കാര്യമായിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത് 400 ഒക്കെ കിട്ടുമ്പോ അല്ലെ. അതെ, അപ്പൊ അവരോട് പറയാനുള്ളത് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ പ്ലസ് ഗ്രാമർ അല്ലെ, ഗ്രാമറും അതുപോലെ തന്നെ ഡേറ്റയും കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ ഗുഡ് ആൻഡ് റൈറ്റിംഗ് അല്ലെ. പിന്നെ മാമിനും ആയാലും ഇനി ഓഫ്ലൈൻ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. എന്താ പറയാ, വേർഡ്സ് കിട്ടുന്നില്ല പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കാം, നമ്മളൊരു നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാണ്. തീർച്ചയായിട്ടും ആരൊക്കെ നാട്ടിലുണ്ടോ എല്ലാവരും വരിക. August 5th അപ്പൊ നമ്മുടെ ആ ഒരു നെക്സ്റ്റ് ഒരു സ്റ്റേജിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ ഉണ്ടാവണം, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് പേരെ ഇതുപോലെ ഗൈഡ് ചെയ്യാനും അല്ലെ, നേരിട്ട് കണ്ട് അവരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലൂടെ നമ്മുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് കൂടെ ഉറപ്പുവരുത്തി കുറച്ചധികം സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യണം എന്നതൊക്കെ ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരുപാട് ആഗ്രഹങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അച്ചീവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളോട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആരൊക്കെ അവൈലബിൾ ആണോ എല്ലാവരും വരിക. ഓക്കെ, യെസ്. സോ നമ്മൾ ഇന്ന് തൽക്കാലത്തേക്ക് എനിക്ക് തോന്നുന്നു എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഫൈൻ, കുറച്ച് പേരൊക്കെ ഡ്യൂട്ടിയിലാണ്. സോ നമുക്ക് ഈ ഒരു വിന്നേഴ്സ് മീറ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഒരുപാട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സിൽ കൂടെയാണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ് പോയത്. കേൾക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കും ഒക്കെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നിങ്ങൾ ഇവിടെ ഷെയർ ചെയ്തത്. സോ തീർച്ചയായിട്ടും മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേർക്കുള്ള വലിയ ഇൻസ്പിറേഷൻ ആണ്. ഒരു ഡിസിഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് ഇന്നത്തെ വിന്നേഴ്സ് മീറ്റ്. സോ
ഉറപ്പായിട്ടും ഇനിയും ഒരുപാട് പേരുകള്, ഒരുപാട് ആളുകള് ഇതുപോലെ സക്സസ്ഫുൾ ആകാൻ നിങ്ങളുടെ ഈ പറഞ്ഞ നിങ്ങൾ ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് കാരണമായി തീരട്ടെ. ഒത്തിരി ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ ഗോഡ് ബ്ലെസ് യു ഓൾ. ഇനിയും എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ആരും എങ്ങോട്ടും പോകുന്നില്ല, ഈ ഫാമിലിയുടെ പാർട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എത്തേണ്ട നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ നിങ്ങൾ എത്തി, നിങ്ങൾ അവിടെ സെറ്റിലായി, നിങ്ങളുടെ ഫാമിലി നിങ്ങളോട് ജോയിൻ ചെയ്തു എന്ന് പറയുന്നത് വരെ, അല്ലെങ്കിൽ അതുവരെ ഇവിടെ ആ ഒരു ഇൻഫർമേഷൻ അല്ലെ ഒരു റീലായിട്ട് എന്റെ മൊബൈൽ വാട്സപ്പിൽ വരുന്നത് വരെ വി ആർ ഈഗർലി വെയിറ്റിംഗ്. ഓക്കെ, അപ്പൊ ഞങ്ങള് നോക്കിയാണ് ഇരിക്കണത് നിങ്ങളുടെ ഓരോരുത്തരെയും ആ ഒരു അല്ലെ ഒരു പ്രോഗ്രസ്സും ആ ഒരു നിങ്ങളുടെ ഒരു ഡ്രീമിലോട്ടുള്ള ഓരോ സ്റ്റെപ്പിലും നീതൂസ് ഉണ്ട്. ഇത് നിങ്ങളുടെ ഫാമിലിയാണ്. തുടർന്നും ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാ. സോ എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ദ ടൈം ടു വൈൻഡ് അപ്പ് അല്ലെ. അതെ, അപ്പൊ ഒരുപാട് സന്തോഷം. സോ വൺസ് അഗൈൻ God bless you all. Thank you.